എന്ന് പറഞ്ഞേക്കാൾ നല്ലത് 2-3 സെൻറ്റൻസ് ഇങ്ങനെ പറയാൻ പറ്റിയാൽ ദാറ്റ് വിൽ ബി ഫൈൻ ആൻഡ് ഹി വിൽ ബി ഗിവിങ് യു അനദർ ടോപ്പിക്. മനസ്സിലായോ? ഒറ്റയടിക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഐ എം സോറി ഐ ഡോണ്ട് നോ എന്ന് പറയുന്നതിനേക്കാൾ നല്ല ഇത് കുറച്ച് വലിച്ചു നീട്ടി ലാംഗ്വേജിൻ്റെ നിങ്ങളുടെ കാപ്പബിലിറ്റി എത്രത്തോളം ഉണ്ടോ അതാണ് അവിടെ നിങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടത്. യു ഗാട്ട് ഇറ്റ്? അതുകൊണ്ട് ഇത്തരം ഫെമിലിയർ ടോപ്പിക്സ് നമ്മൾ വളരെ കൊച്ചു എന്ന് കരുതുന്ന സാധനങ്ങളായിരിക്കും പലപ്പോഴും നമ്മളോട് ചോദിക്കാം. ഓക്കെ, ഇത് ഞാൻ പറയാൻ കാരണം നമ്മൾ കോൺവെർസേഷൻ വി ആർ ഗോയിങ് ടു പ്രാക്ടീസ്. കോൺവെർസേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ വി ആർ ഗോയിങ് ടു സ്പീക്ക് ടു സ്ട്രേഞ്ചേഴ്സ് ചോദിക്കുമ്പോൾ അവരെന്താണ് നമ്മളോട് ചോദിക്കാൻ നമുക്കറിയില്ല. ബിക്കോസ് വി ആർ മീറ്റിംഗ് ദം ഡ്യൂറിങ് ദ ട്രെയിൻ ജേർണീസ് ഓർ ബസ് സ്റ്റേഷൻസ് ഓർ വി ആർ മീറ്റിംഗ് ദം ഇൻസൈഡ് ദ ഫ്ലൈറ്റ്സ് on flight. Flight എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ നിവൃത്തില്ല. If it's a long journey, actually, we don't have any other things. If it is train, we can just escape. ഇപ്പോൾ ഒരാൾ നമ്മളെ വല്ലാതെ ശല്യപ്പെടുത്തുന്ന വെച്ചാൽ അയാളെ നീട്ടിട്ട് കുറച്ച് നേരം നമുക്ക് ടോയ്ലറ്റിലേക്കോ അല്ലെങ്കിൽ ആ വാതിൻ്റെ അവിടെ പോയി നിൽക്കാം. There is no option for this in flight. ഫ്ലൈറ്റിൽ സാധാരണഗതിയിൽ ടോയ്ലറ്റ് പോയി 2 മിനിറ്റ് അധികമായാൽ വന്ന് മുട്ടും എയർ ഹോസ്റ്റസ്. Is a terrorist inside? What are you doing there? ഇപ്പോഴത്തെ അങ്ങനെ ഉണ്ടായി, ഒരാളെ പിടിച്ചെന്നു, ഒരാൾ പിന്നെ ടോയ്ലറ്റ് കയറി സ്കൂട്ടാൻ നോക്കുമ്പോൾ അയാൾ പിന്നെ സ്മോക്ക് ചെയ്യാണ്, കാര്യമായി സ്മോക്ക് ചെയ്തിട്ട് പുക പുറത്തേക്കൊന്നും, ആകെ ബേജാറായി, സൈറൺ മുഴങ്ങി, അലാറം മുഴങ്ങി, ആകെ പ്രശ്നമായി. സോ വാട്ട് ഐ എം ടെല്ലിങ് യു, ഫ്ലൈറ്റിലൊക്കെ ആകുമ്പോൾ എന്തായാലും സംസാരിച്ചേ പറ്റൂ. സംസാരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര ആക്സൻറ്റും പ്രൊനൗൺസിയേഷനൊക്കെ അടിച്ചു പൊളിച്ച് ആദ്യം 2-3 നട്ടൊക്കെ പറഞ്ഞ് അപ്പോൾ അയാളും കരുതി ഐ എം ലക്കി ടു ഹാവ് എ കോ പാസഞ്ചർ like him with me. 5-6 മണിക്കൂർ ഒരാളെ കിട്ടിയാലും എനിക്ക് സംസാരിക്കാൻ സമാധാനിച്ചിരിക്കായിരിക്കും മൂപ്പര്. പിന്നെ അടുത്തത് തുടങ്ങിയപ്പോൾ കട്ടക്കാലം പഠിച്ച റബ്ബേ എന്ന ഇതിൽ സംഗതി. ദിസ് ഈസ് ഹാപ്പനിങ് ആക്ച്വലി. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരം ചെറുതെന്ന് കരുതുന്ന സാധനങ്ങൾ നമ്മൾ കാര്യമായിട്ടെടുത്ത് അത് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ യു ഡോണ്ട് ഹാവ് ടു ഗോ ടു ഇന്റർനാഷണൽ സബ്ജക്ട്സ് ആൻഡ് ടോപ്പിക്സ്. നൗ യു ഹാവ് എ ടോപ്പിക് ആക്ച്വലി. The world's most awaited wedding function, marriage between William and Kate is going to happen within 2 hours. 200 crores of people are waiting to see this. 200 people. Now, 5 മണിക്ക് ഇന്ത്യൻ ടൈം 5 മണിക്ക് ഇന്ന് വില്യം രാജകുമാരൻ്റെയും കേറ്റിൻ്റെയും കല്യാണം ലോകമേറെ പ്രതീക്ഷയോടെ ഒരുപാട് നാളുകളായി കാത്തിരുന്ന ആ സംഭവം ഇപ്പോൾ 2-3 മണിക്കൂറിൽ നടക്കാൻ പോവാണ്. ഇപ്പോൾ തന്നെ ലൈവ് ടെലികാസ്റ്റ് തുടങ്ങി. അത് ലോകത്ത് മുഴുവൻ ചർച്ചാ വിഷയമാണ്. അത് വി ഹാവ് ടു നോ ദാറ്റ്. യു മസ്റ്റ് ബി നോയിങ് അറ്റ് ലീസ്റ്റ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. കാരണം 200 കോടി ജനങ്ങൾ കാണുന്ന പറഞ്ഞത് ലൈവായിട്ട്. ആളുകൾ കാത്തിരിക്കാണത്തെ ടി വിയുടെ മുമ്പിൽ. ദേ ആർ വെയിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടി വി. ലോകത്തിലെ എല്ലാ രാജ്യത്തിലെ ആളുകൾ ഇപ്പോൾ ടി വിയുടെ മുമ്പിലാണ്. ഇപ്പോൾ ടി വി ന്യൂസ് കാണിച്ചതാണ് 200 people will watch the world's richest marriage wedding ceremony. You know that? നിങ്ങൾക്കറിയില്ല, വായിച്ചിട്ടില്ലേ? ഇതുവരെ കേട്ടിട്ടുമില്ലേ? ഇന്ന് കേൾക്കണം, നിർബന്ധമാണ്. ഇനി മുതൽ നമ്മുടെ സ്കൂളുകളും കോളേജിലൊക്കെ ചോദിക്കുന്ന സംഭവമാണിത്. So what I'm telling you, if you are talking to a British, ഒരു ബ്രിട്ടീഷുകാരൻ നിങ്ങളെടുത്തിട്ടുണ്ട്, ഫ്ലൈറ്റിലാണ്, അല്ലേ വേണ്ട, നിങ്ങൾ അയാളുടെ കൂടെ ഗൈഡായി പോവാണ്, നിങ്ങളെ നാട്ടിലേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരൊക്കെ നമ്മുടെ നാട്ടിലെ അയൽവാസികളും കുടുംബക്കാരൊക്കെ ആയി മാറും, അല്ലേ? 2-3 വർഷം കഴിഞ്ഞാൽ അങ്ങനെ ആകുമ്പോൾ you ask your relatives and uncles and fathers, there will be neighbor. Their neighbor will be an American in Qatar, in Gulf countries. They ask them. അല്ലേ? തൊട്ടപ്പുറത്തെ ഫ്ലാറ്റിൽ അമേരിക്കക്കാരനാവും, ബ്രിട്ടീഷുകാരാവും. വാട്ട് ഐ വുഡ് സേ, ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനൊക്കെ പറയാറില്ല, അങ്ങനെയൊക്കെ ഉണ്ടായി ചങ്ങന്മാരെ നിങ്ങളെ കുട്ടികൾ രക്ഷപ്പെട്ട് ആ കുട്ടികൾ മര്യാദക്കൊന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കും. ഐ ക്യാൻ സീ ദാറ്റ്. ഇപ്പം എനിക്ക് ഐ ക്യാൻ മൈ സിസ്റ്റർ വാസ് ഇൻ Jeddah actually. They have been living in Jeddah for 10 or 12 years. And they were in good school also. But since 2009, my brother-in-law has been working in American embassy in Riyadh. And now they shifted. 2 years back, they shifted to Riyadh. And now they are in the Royal Commission area, very highly secured area, because he's working in American embassy. And everything is schooling, flats, apartment, everything is under their control. And they are going to American school. And their neighbors are Americans. Everybody is American. So
I could feel the change. When they came, they started speaking American English. I told them, ചങ്ങായി രക്ഷപ്പെട്ടില്ല, എൻ്റെ ജദ്ദയെന്ന് ഇവിടെ വന്ന് കഴിച്ച് കുട്ടികൾ നന്നാവും. I told him and my sister also. This is what. You please take it seriously. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പോകുമ്പോൾ ഒരു ബ്രിട്ടീഷാനെ കണ്ട് ഒരു 2-3 മാസം കഴിഞ്ഞ് ഞങ്ങൾ പോകുമ്പോൾ ആക്സിഡൻ്റലി യു ഹാവ് എ ബ്രിട്ടീഷ്, അല്ലെങ്കിൽ വേണ്ട നമ്മളെ വയനാട്ടിലേക്ക് ഒരു ബ്രിട്ടീഷുകാരൻ വന്നു. ഇപ്പോൾ കുറേ ആളുകൾ വരാറുണ്ട്. ഇപ്പം അങ്ങനെ കഴിഞ്ഞ ആഴ്ച തന്നെ വയനാട് നിൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു 4 ഓഡിയോ തെറാപ്പി കഴിഞ്ഞ ബ്രിട്ടീഷുകാർ വരുന്നുണ്ട്. സാർക്ക് അവരെ കൂടെ 2 ദിവസം ഒന്ന് പോകാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു ഹൗ ക്യാൻ ഐ ഡു? അവരെ കൂടെ 2 ദിവസം ഫുൾ ടൈം വണ്ടിയൊക്കെ എടുത്ത് അവരെ കൂടെ ഒന്ന് പോയാൽ മതി. പൈസയൊക്കെ ചോദിക്കുന്ന പൈസ അവർ തരും. ഞാൻ പറഞ്ഞു എത്ര ആളുണ്ട് ചോദിച്ചില്ല. 4 ആൾ. അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും, ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല. നമ്മളവരെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് അങ്ങോട്ട് പോയി. ഞാൻ പറഞ്ഞു നിൻ്റെ വീട്ടിൽ വന്ന് ഇന്ന സംഗതിയാണെന്ന് കാണിക്കാതെ എനിക്കപ്പോൾ അതിന് പോരാൻ പറ്റില്ല. കാരണം ഞാൻ ഒഴിവാക്കി. ഞാൻ പറയുന്നത് അങ്ങനെ ഒരു ചാൻസ് എനിക്ക് കിട്ടി. ഒരു ബ്രിട്ടീഷുകാരൻ ഒരു ബ്രിട്ടീഷുകാരത്തിൽ കൂടെ നിങ്ങളെ ഗൈഡായി പോവാണ്. സപ്പോസ് that man is asking, hey Muhammad, do you know anything about our country? Of course, അറിയാം, നിങ്ങളായിരുന്നു ഞങ്ങളെ ഭരിച്ചിരുന്നത്. 1947 വരെ നിങ്ങളെ അടിമകളായിരുന്നു. ഞങ്ങളെ അടിമകളാക്കി വെച്ചിരുന്നു. ഞങ്ങളെ മഹാത്മാഗാന്ധി അങ്ങനെ ഞങ്ങളെ സമരം ചെയ്ത് he was fighting against you and we got independence in 1947. ഇതൊക്കെ നമ്മൾ കാണാപ്പാടം പഠിച്ചുണ്ടാക്കിയാണ്, മനസ്സിലായോ? And he would ask, hey, not that man, have you any idea about the wedding between Prince William and Kate? അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ നിങ്ങൾ ഓർക്കും. ഇത് സംഗതി നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി സംസാരിക്കാറില്ലെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, what else we would speak. So that's why from strangers, you should not expect